ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് സെറത്തിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് നോക്കിയാലോ. നമുക്ക് ഒരുപാട് സെറംസ് അറിയാം അല്ലേ? വൈറ്റമിൻ സി സെറം, സാലിസിലിക് ആസിഡ് സെറം, ഹൈലറോണിക് സെറം തുടങ്ങിയ ഒരുപാട് സെറംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഹൈലറോണിക് സെറത്തിനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നോക്കാം. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഒരു ആസിഡാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് നമ്മുടെ ബോഡിയിലെ കണക്റ്റീവ് ടിഷ്യൂസിലാണ് ഈ ഹൈലറോണിക് ആസിഡ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ഈ ടിഷ്യൂസിൽ തമ്മിലുള്ള കണക്ഷനെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആക്കാനും നമ്മുടെ വാട്ടർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്ത് നല്ല ടിഷ്യൂസ് വളരെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനും നല്ല സപ്ലായിട്ട് വെക്കാനും ഒക്കെ ഈ ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ നോക്കുവാണെങ്കിലും സ്കിൻ നല്ല സപ്പിളായിട്ട് നല്ല യൂത്ത്ഫുള്ളായിട്ട് വെക്കാനായിട്ട് ഈ ഹൈലറോണിക് ആസിഡ് സെറം ഹെൽപ്പ് ചെയ്യും. ഈ നമുക്കൊരു 30+ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ഈ ഹൈലറോണിക് ആസിഡ് കുറയാൻ തുടങ്ങും. ഗ്രാജുവലി ഇത് 30+ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറയും. അപ്പോൾ അത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസ് തുടങ്ങിയ ഏജിങ്ങിൻ്റെ സൈൻസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹൈലറോണിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നതിലൂടെ സഹായിക്കും. മാത്രമല്ല ഇത് നമുക്കൊരു 18+ ഏജ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഹൈലറോണിക് ആസിഡ് സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കുക ഒരു ഏജിങ്ങിന്, അതായത് 30+ ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു സെറം വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഈ ഹൈലറോണിക് ആസിഡിന് നമ്മുടെ വാട്ടർ കണ്ടന്റിനെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് നിലനിർത്താനായിട്ട് നമ്മുടെ വാട്ടർ കണ്ടന്റിനെ വളരെ വലിയ തോതിൽ തന്നെ അബ്സോർബ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ ഹൈലറോണിക് ആസിഡിനുണ്ട്. പിന്നെ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചർ ആയിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വാട്ടർ കണ്ടന്റിനെ നമ്മുടെ സ്കിന്നിൽ നിലനിർത്താനായിട്ട് ഈ ഒരു ആസിഡ് സെറം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഒരു 30+ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ട്വൈസ് 2 നേരം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഒരു ഈർപ്പം ഫേസിലുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറം ഹൈലറോണിക് സെറം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്യുക. ഡാബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. കാരണം ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം. നമ്മളിപ്പം ക്ലെൻസ് ചെയ്ത ഉടനെ ടോണർ അപ്ലൈ ചെയ്യുന്നു, സെറം അപ്ലൈ ചെയ്യുന്നു, കൂടെ തന്നെ മോയ്സ്ചറൈസറും സൺബ്ലോക്കും യൂസ് ചെയ്തുകൊണ്ട് അത്ര നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഈ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനിടയിലും കറക്റ്റ് ആ ഒരു മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് വെച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ടൈം അതിന് കിട്ടത്തുള്ളൂ. സോ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, നമ്മൾ പുറത്തേക്ക് പോകുന്ന ടൈമിൽ പുറത്തു പോകുന്നതിന് എത്ര സമയം മുമ്പ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. നമ്മൾ ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും മുമ്പ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസിൽ അത് ആ ഒരു സ്കിന്നിലേക്ക് അബ്സോർബായി ആ ഒരു പ്രൊട്ടക്ഷനുള്ള ആ ഒരു ബാരിയർ സൃഷ്ടിക്കണ്ടേ. അപ്പം ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കഴിഞ്ഞതിന് ശേഷം വെയിലത്തേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ ഹൈലറോണിക് ആസിഡ് സെറം ഉണ്ടല്ലോ, നമുക്കത്
ഒരു എന്താ ഇപ്പോൾ നമ്മൾ മേക്കപ്പിന് ബ്രൈഡ്സിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഹൈലറോണിക് ആസിഡ് സെറം യൂസ് ചെയ്യാം. കാരണം സ്കിന്ന് ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സ്കിൻ നല്ല എന്തായിരിക്കും, നല്ല സപ്പിളായിട്ട് നല്ല പ്ലംബിനെസ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്